ഗൈസ് 10 പൈസ ചിലവില്ലാണ്ട് എങ്ങനെ നമ്മുടെ ഫിഷ് അക്വേറിയം ഭംഗിയാക്കാം. ഇതേപോലെ പുഴയൊക്കെ കാണുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇറങ്ങുക, ഇങ്ങനത്തെ നല്ല ചെടിയൊക്കെ പോയിട്ട് പറിക്കുക. ഇത് നമ്മുടെ ഫിഷ് ടാങ്കിൽ ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് അക്വേറിയം പ്ലാന്റ്സ് തപ്പി നടന്നതാട്ടോ. ഓണ വഴി ഒരു കായൽ കണ്ടോണ്ട് ഫുൾ സ്റ്റോപ്പ് ഇട്ട് നേരെ കായലിലോട്ട് ഇറങ്ങി. വലിയ ആഴമൊന്നും ഇല്ലാത്ത കായലായുണ്ട് ചെടികളൊക്കെ പറിച്ച് നേരെ കവറിലോട്ട് ആക്കി. പുഴയുടെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് നല്ല വലിയ അമ്പലമൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അങ്ങോട്ട് ക്രോസ് ചെയ്യണത് ഇത്തിരി റിസ്ക് ആയതുകൊണ്ട് ആ പരിപാടിക്ക് പോയില്ല കേട്ടോ. നമ്മുടെ ഫിഷ് ടാങ്കിൽ എപ്പോഴും പ്ലാസ്റ്റിക് വെക്കണേക്കാളും എനിക്ക് ഇഷ്ടം ഇതേപോലത്തെ നാച്ചുറൽ പ്ലാന്റ്സ് തന്നെ വെക്കണം കേട്ടോ. തിരിച്ചു പോണ വഴി അച്ഛൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങളുടെ വീട്ടിൽ പൂച്ച ഭയങ്കര ഡിപ്രഷനിലാണ്, മീനൊന്നും കിട്ടാത്തതുകൊണ്ട് വീടിന്റെ പുറത്ത് കിടക്കാം. പാവത്തിന്റെ മുഖമാണെങ്കിലും അഹങ്കാരത്തിന് ഒരു കുറവില്ല. നേരെ നമ്മൾ റോംസൺ റാങ്കിൽ പോയി അവർക്ക് പറ്റിയ കാറ്റ് ഫുഡ് എന്തെങ്കിലും എടുക്കാന്ന് വിചാരിച്ചു. ബില്ലിങ്ങിന് ഇന്ന് പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ശ്രദ്ധിച്ചു, 2 ക്യൂട്ട് പട്ടികളുടെ. ദൈവമേ, ഇവറ്റങ്ങൾക്ക് എങ്ങനെ കണ്ണ് കാണണ്ടാണാവോ. ഇത് ഏതാ ബ്രീഡ് എന്നൊന്നും അറിയില്ല. എന്തായാലും അറിയാവുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്യണം. ഞാനൊരു പട്ടി സ്നേഹി അല്ലെങ്കിൽ അത് കണ്ടു കഴിഞ്ഞാൽ ആർക്കായാലും ഒന്ന് താലോലിക്കാൻ തോന്നുട്ടോ. ഞാൻ മേടിച്ചത് അതിനുള്ള എന്തോ ഫുഡാന്ന് വെച്ചിട്ടാ എന്റെ പിന്നാലെ ഇങ്ങനെ ചുറ്റിപ്പറ്റിയിരിക്കണം. ഇവിടെ നിന്ന് നേരെ നമ്മൾ ഇറങ്ങിയതിന് ശേഷം നമ്മൾ പൊട്ടിച്ച് ചെടിയൊക്കെ കൊണ്ടുപോയി ഒരു ബക്കറ്റിൽ ഇട്ടിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നാളെ നമ്മുടെ ഫിഷ് ടാങ്കിൽ സെറ്റ് ചെയ്യണം. അതിന് മുമ്പ് ചെയ്യാണ്ടിരുന്നാൽ മതിയായിരുന്നു. അപ്പൊ ബാക്കി പരിപാടിക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ ബൈ, സീ യു.